Hi all, welcome back to the new video of nextsalent.org. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ വീഡിയോ നമ്മൾ മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചാണ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കാർഡ്? 2024 ജൂൺ 1 ജർമ്മനി പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ തുടങ്ങിയ ഒരു പുതിയ വിസ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത്. അതായത് ഷാൻസൻ കാർഡ്. എല്ലാ മലയാളികളും സ്വപ്നം കാണുന്നതാണ് ഒരു വിദേശ ജോലിയും അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിത സാഹചര്യങ്ങളും. യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങൾ ഇഷ്ടം പോലെ ജോബ് പോസിബിലിറ്റികൾ നമ്മുടെ മുമ്പിൽ എടുത്തു വയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വിദേശിയെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് പോയിട്ട് ജോലി കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതിനെല്ലാം ഒരു പ്രൊസീജിയറുണ്ട്. ഇത്ര നാളും ഒരു ജോബ് സീക്കർ വിസ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു വേറെ വേർഷനായിട്ടാണ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് കാണാൻ സാധിക്കുന്നത്. അതായത് ജോബ് സീക്കർ വിസയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനിയിൽ പോകാം, 6 മാസത്തിനുള്ളിൽ ജോബ് കണ്ടെത്തി അവിടെ ജോലിക്ക് കയറാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിൽ കുറച്ചും കൂടി ആൾക്കാരെ കൂടുതലായിട്ട് ജർമ്മനിക്ക് കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു കൊടുക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അതായത് ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മനി ചെല്ലാം, 1 വർഷം ടൈമുണ്ട്. ആ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്തിയാൽ മതി. അതുകൂടാതെ ആ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാം. ആഴ്ചയിൽ 20 മണിക്കൂർ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള പ്ലസ് പോയിന്റ്. ഇനി നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 വർഷം പിന്നെ 3 വർഷത്തേക്കും ജോലിയുടെ പെർമിറ്റ് കൂട്ടിക്കിട്ടുകയും ചെയ്യും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് PR ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ സിറ്റിസൺഷിപ്പ് ഓപ്ഷൻസ് ഒക്കെ ആസ് ഫോളോസ്. ഇനി എന്താണ് ഈ ജോബ് സീക്കർ വിസയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ്. സോ ലാംഗ്വേജ്, എപ്പോഴും പറയാറുള്ളത് പോലെ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ ലാംഗ്വേജ് അറിയണം. സോ ഇവിടെയും ഒരു വ്യത്യസ്തതയുണ്ട്. ജർമ്മൻ ലാംഗ്വേജിൻ്റെ A1 ലെവലും മതി. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് B2 ലെവൽ പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കണം. അതുകൂടാതെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ യോഗ്യത അളക്കുന്നത് പോയിന്റ് വഴിയാണ്. ഓരോ പോയിന്റുകൾ കിട്ടും, ഓരോ ക്രൈറ്റീരിയകൾ മീറ്റപ്പ് ചെയ്യുകയാണ്. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയയാണ് ഭാഷാ പ്രാവീണ്യം, രണ്ടാമത്തേത് തൊഴിൽ പരിചയം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാലിഡ് റെപ്യൂട്ടഡ് ഡിഗ്രി ഉണ്ടായിരിക്കണം സ്വന്തം നാട്ടിൽ നിന്ന്. അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അതിന് ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇത്രയൊക്കെ മീറ്റപ്പ് ചെയ്താലാണ് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാവുകയുള്ളൂ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്, പോയിന്റ് ബേസ് ആയതിനാൽ. ഓക്കെ, പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 1 വർഷം ജീവിക്കുന്നുണ്ടല്ലോ, അതിനുള്ള ഒരു എക്സ്പെൻസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പം മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്ന കുട്ടികൾ ഫോർ എക്സാമ്പിൾ, അവരൊക്കെ അവരുടെ ലിവിങ് എക്സ്പെൻസ് ബ്ലോക്ക് അക്കൗണ്ടിൽ കാണിക്കണം. അതേപോലെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപേക്ഷിക്കുന്നവരെല്ലാം തന്നെ അവർക്കൊരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതിൽ 12,000 യൂറോയും കാണിക്കണം. കാരണം അത് ആ രാജ്യം നോക്കുവാണ് നിങ്ങൾക്ക് ഇൻ കേസ് ഇവിടെ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവിടെ പോയി സർവൈവ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. സോ ഇതൊക്കെ മീറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ജർമ്മനിയിൽ പോയി ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി ജോലി ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ ഞാൻ പറയാറുണ്ട്, ഒരു രാജ്യത്തിലേക്ക് പോകുന്നതല്ല ഇമ്പോർട്ടൻസ്, അവിടെ പോയി ഒരു ജോലി കണ്ടുപിടിക്കണം, എന്നിട്ട് നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ തന്നെ സൃഷ്ടിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ജർമ്മനിക്ക് പോകാൻ തന്നെ പല വഴികളുണ്ട്. ഈ അടുത്തായിട്ടൊരു മീറ്റിങ്ങിൽ ഒരു അമ്മ വന്ന് പറയുകയുണ്ടായി, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾ ഇന്നെ A1 വെച്ച് പോയി, A2 വെച്ച് പോയി, എൻ്റെ കൊച്ചിന് B1 3 മൊഡ്യൂളെ കിട്ടിയിട്ടുള്ളൂ, പോകാമായിരുന്നു. എൻ്റെ കൊച്ചിന് B2 3 മൊഡ്യൂളെ കിട്ടിയുള്ളൂ, അതുകൊണ്ട് പോകാൻ പറ്റുന്നില്ലെന്ന്. വെൽ ആൻഡ് ഗുഡ്. നമ്മൾ ഇത്രയും വാശി പിടിക്കാനുള്ള കാരണം B2 കിട്ടിക്കഴിഞ്ഞ് പോയാലും കിട്ടാതെ പോകുന്നതും വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പറയാറുള്ളത് പോലെ അവിടെ പോകുന്നതിലല്ല, മറിച്ച് നല്ലൊരു തൊഴിൽ മേഖല കണ്ടെത്തി, നല്ലൊരു ജീവിത സാഹചര്യം കണ്ടെത്തി ആ ഒരു സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ടാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്ത് പോവുക. കാരണം ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെൻ്റായിട്ട് നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൻ്റെ എൻക്വയറീസ് വന്നു, ശ്രീലങ്കയിൽ നിന്നാണ് വന്നത്.
നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഡോയ്ച്ച് മിറ്റ് സജിൻ പ്ലാറ്റ്ഫോമിൽ കുറച്ച് മലയാളികളും കൂടുതൽ വിദേശികളുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻക്വയറി വരുമ്പോൾ ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞതാണ്, ഓപ്പർച്യൂണിറ്റി കാർഡുമായിട്ട് ജർമ്മനി വന്നു, ഞാനിപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു, പക്ഷേ ലാംഗ്വേജ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. ലാംഗ്വേജ് കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ജോലി സാധ്യതകളുമുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും 3 മേഖലകളാണുള്ളത് അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. 3 മേഖലകളിലാണ് എപ്പോഴും ഉള്ളത്. ഒന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം, രണ്ടാമത്തത് കമ്പ്യൂട്ടർ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗം, മൂന്നാമത്തത് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ 3 മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് ഉള്ളത്. യൂറോപ്പ് മുഴുവനാണത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ FSCക്ക് പോകുന്നുണ്ട്, ഔപെയറിന് പോകുന്നുണ്ട്, അതേപോലെ തന്നെ ഹൗസ് ബിൽഡിങ്ങിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ BFT ബുണ്ടസ് പ്രൈവിലേജ് പോകുന്നുണ്ട്. ഓക്കെ, പ്രധാനമായിട്ട് കേരളത്തിൽ നിന്ന് അതിനാണ് പോകുന്നതെന്ന് തോന്നുന്നു. അതുകൂടാതെ തന്നെ ബാച്ചിലേഴ്സിന് പോകുന്നുണ്ട്, അതായത് സ്റ്റുഡിയൻ കൊളീഗിൽ അഡ്മിഷൻ എടുത്ത് ബാച്ചിലേഴ്സിന് പോകുന്നവരെ എനിക്കറിയാം. നമുക്കിവിടെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ മാസ്റ്റേഴ്സിന് പോയ എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പം ജർമ്മനിയിലുണ്ട്. സോ അതിലൊക്കെ ഇവരൊക്കെ ജർമ്മനി എന്ന രാജ്യത്ത് കുടിയേറുന്നവരാണ്. സോ അവരൊരിക്കലും അത് തീർത്തിട്ട് ഇങ്ങോട്ട് വരാൻ പോയതാണെന്ന് എനിക്കൊട്ടും വിശ്വാസമില്ല. സോ അവരവിടെ സെറ്റിലാകാൻ പോയതാണ്. അപ്പം നിങ്ങൾ പോകുമ്പോഴും നിങ്ങളെല്ലാം ഇതേ കാറ്റഗറി വരുന്നവരാണ്, പക്ഷെ നിങ്ങൾ വന്ന വഴി വ്യത്യസ്തമാണ്. സോ ജർമ്മൻ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെയിൽ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ എപ്പോഴും വീഡിയോ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ എബൌട്ട് സെക്ഷനിലോ അല്ലെങ്കിൽ ബയോയിലോ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഡോയ്ച്ച് മിറ്റ് സജിനിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. വൈൻഡപ്പ് ചെയ്യുവാണ്. സോ വി വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിൽ പോകുന്ന ഒരാൾ എടുത്തിരിക്കേണ്ട ഇൻഷുറൻസുകൾ ഏതൊക്കെയാണെന്നുള്ള കൃത്യമായ വിവരണമാണ് അടുത്ത വീഡിയോയിലുള്ളത്. കഴിഞ്ഞ 2 വീഡിയോകളും കുറച്ച് ലോങ് ആയിപ്പോയി, അതുകൊണ്ടാണ് ഞാനിത് ഷോർട്ടാക്കി മാറ്റുന്നത്. സോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. സൈനിങ് ഓഫ് ആൻഡ് ഗ്രീറ്റിംഗ്സ് ഫ്രം nextsalon.org.